അസ്സലാമു അലൈക്കും. ഈ ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും നീതി ലഭിക്കുമെന്ന് കരുതുന്ന സ്ഥലങ്ങളാണ് കോടതികളെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ കോടതിയിൽ നിന്നും തനിക്ക് അനുകൂലമായ ന്യായമായ വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ പലപ്പോഴും ആ വിധികൾ അവരെ വല്ലാതെ നിരാശപ്പെടുത്താറുണ്ട്. തനിക്ക് നിഷേധിക്കപ്പെട്ട ആ നീതി ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യന്മാർ ഓരോ കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജില്ലാ കോടതി, ഹൈക്കോടതി, പിന്നീട് അങ്ങോട്ട് അവസാനമായി ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയിലേക്ക് വരെ പോകുന്നുണ്ട്. ഒരു കോടതിയിലില്ലെങ്കിൽ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെങ്കിലും അവർക്ക് നീതി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ചില കേസുകളിൽ അവർക്ക് നീതി ലഭിക്കാതെ പോകാറുണ്ട്. രാഷ്ട്രീയപരമായ പിൻബലം കൊണ്ടും പണം കൊണ്ടും പല കേസുകളും അട്ടിമറിക്കപ്പെടുന്നു, മൊഴിമാറ്റം ചെയ്യപ്പെടുന്നു, കള്ള തെളിവുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പല വിധത്തിൽ ആ കേസുകളിൽ പല മനുഷ്യർക്കും നീതി നിഷേധിക്കപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവന് നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ പോലും അവന് സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം ഈ കാണുന്ന കോടതികളെക്കാളേറെ അവന് നീതി ലഭിക്കുമെന്നുള്ള ഒരു കോടതിയിൽ വിശ്വാസമുണ്ട്. അവനവിടെ തനിക്ക് നീതി ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കുറ്റക്കാർക്ക് അവിടെ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ കോടതിയിൽ പണത്തിനും അധികാരത്തിനും ഒന്നും ചെയ്യാനാകില്ല. ആ കോടതിയാണ് പരലോകത്തുള്ള കോടതി, മഹ്ശറ. അവിടെ എല്ലാം കൃത്യമായി ചോദിക്കപ്പെടും. എണ്ണി ഓരോ ചോദ്യങ്ങൾക്കും എല്ലാവരും മറുപടി പറയേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷത്തോളമായി വലിയ രീതിയിൽ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒരു കേസായിരുന്നു സിനിമയിലെ ഒരു നടിയെ കുറച്ച് സംഘം പീഡിപ്പിച്ചതിൻ്റെ വാർത്തകളും മറ്റുമൊക്കെ. ആ നടിയെ പീഡിപ്പിച്ചതിൻ്റെയും ആക്രമിച്ചതിൻ്റെയും ഭാഗമായിട്ട് പൾസർ സുനി അടക്കമുള്ള ഒരുപാട് വ്യക്തികളെ കോടതി ശിക്ഷിച്ചിരുന്നു. എത്രയോ വർഷക്കാലം ജയിലിൽ കിടക്കണമെന്നുള്ള ശിക്ഷയായിരുന്നു. എന്നാൽ അതിജീവിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൃപ്തികരമായ ഒരു കോടതി വിധിയല്ലാതെ. കാരണം തന്നെ പീഡിപ്പിച്ച ഈ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തത്, നേതൃത്വം കൊടുത്തത് സിനിമാ നടനായ ദിലീപ് എന്നായിരുന്നു അതിജീവിതയും അവർക്കൊപ്പമുള്ള സഹപ്രവർത്തകരും പറഞ്ഞു വെച്ച കാര്യം. എന്നാൽ പിന്നീട് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കബീർ ബാക്കവി ഉസ്താദിന്റെ മനോഹരമായ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അത് ഞാനൊന്ന് കാണിക്കാം. കഴിഞ്ഞ 1 മാസക്കാലമായി കേരളത്തിന്റെ ചാനലുകളും പത്രമാധ്യമങ്ങളും കുട്ടിയാഘോഷിക്കുന്ന ഒരു കേസ് നിങ്ങൾക്കറിയാമല്ലോ. 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിന്റെ സാംസ്കാരിക നഗരമെന്നറിയപ്പെടുന്ന കൊച്ചിയുടെ മുകളിൽ പകൽ പട്ടാപ്പകൽ വെളിച്ചത്തിൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ അതിജീവിതയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അത്രേ. ഓടുന്ന കാറ് ആഫ്രിക്കയിലല്ല, ഇരുണ്ട യൂറോപ്പിലല്ല, ഓടുന്ന കാറിൽ പട്ടാപ്പകൽ പെണ്ണിനെ 8ഓളം ആളുകൾ മാനഭംഗം ചെയ്ത് മാറി മാനഭംഗം ചെയ്തെന്ന് കേസിന്റെ ഡയറി വരുമ്പോ ആ കേസുകൾ 8 വർഷക്കാലമായി വിചാരണ നടത്തി അതിജീവിത എന്ന പെണ്ണിനെ സാക്ഷി വെച്ച് സാക്ഷികളെ കൊണ്ടുവന്ന് കേരളത്തിന്റെ പ്രബലരായ നിപുണരായ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർമാര് കോടതി മുറികളിൽ വാദപരിമാണങ്ങളും ഖണ്ഡനമണ്ഡനങ്ങളും ചർവണങ്ങളും നടത്തി 8 വർഷം കഴിയുമ്പോ കോടതി ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇവർ നിരപരാധികളാണെന്ന്, ചിലർ നിരപരാധികളാണെന്ന്, ചിലർ അപരാധികളാണെന്ന്, ചിലർ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. കോടതി മുറികൾക്കുള്ളിൽ സാക്ഷര കേരളത്തിന്റെ ഫേസ്ബുക്കിന്റെ വാളുകളിൽ സാംസ്കാരിക നായകന്മാരുടെ നാവുകളിൽ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പാതിരാവിന്റെ നിശബ്ദത മെഴുകുതിരി തെളിച്ചാൽ, അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയാൽ, ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ കോടതി പറയുന്ന തെളിവില്ല, പ്രോസിക്യൂഷൻ പറയുന്നു തെളിവുണ്ട്, അഭിഭാഷകൻ പറയുന്നു അങ്ങനെയല്ല, ഇവിടെ പറയുന്നു ഇങ്ങനെയല്ല. പക്ഷേ എനിക്കൊന്നറിയാം, അവര് പറയുന്നു അതിന് തെളിവുകളില്ല, അത് നടന്നിട്ടില്ല. അത് നടന്നോ നടന്നില്ലയോ, അപരാധിയാണോ നിരപരാധിയാണോ? പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ കേരളത്തിന്റെ പട്ടാപ്പകൽ വെളിച്ചത്തിൽ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനം വലിച്ചു ചിന്ത പീഡപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് നീതി വേണം, അവൾക്ക് നീതി നിഷേധിക്കപ്പെടരുത്. ആരാണ് ആ നീതി കൊടുക്കുക? ഹൈക്കോടതി, സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിലേക്ക് പോയാൽ തെളിവുകളാണ് കോടതികൾക്ക് പ്രധാനം, വാദങ്ങളല്ല, തെളിവുകളാണ് പ്രധാനം. സഹോദര, ഇവിടെയാണ് നീതി കിട്ടുക. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറില് ഒരു പാവപ്പെട്ട അമ്മ വൈകുന്നേരം തിരിച്ചു വരുമ്പോ വീടിന്റെ ജനാലക്കമ്പിയിൽ തൂങ്ങി മരിച്ച തന്റെ പൊന്നുമോൾ ആരോപളുടെ മാനം പിച്ച് ചീന്തിയത്രേ. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ വിസ്താരം നടന്നു. അവസാനം കോടതി പറഞ്ഞു, ഇയാള് പ്രതിയല്ല, ഇയാള് നിരപരാധിയാണ്. ജഡ്ജിയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട്, എന്റെ മകള് മാനഭംഗം ചെയ്യപ്പെട്ടു, അവളെ ജനലടികളിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ പറയുന്നു ഇതല്ല പ്രതി എന്ന്. പക്ഷേ പ്രതിയെവിടെ? വീട്ടിലെ ജനാല കമ്പിയിൽ തൂങ്ങി മരിച്ച ആ പെൺകുട്ടിയുടെ കണ്ണുനീര്. പക്ഷേ പോലീസിന്റെ കേസുകളിൽ പ്രതിയില്ല. സാക്ഷികളെ സ്വാധീനിക്കപ്പെടുന്ന കാലം, നീതി വിലക്കെടുക്കപ്പെടുന്ന കാലം, സാക്ഷികൾ കൂറുമാറുന്ന കാലം,
തോളിൽ കൈയിട്ട് നടന്നവർ തള്ളിപ്പറയുന്ന കാലം. ഇവിടെയാണ് സ്വാധീനത്തിന് വഴങ്ങാത്ത, സാക്ഷികൾ കൂറുമാറാത്ത, ഒരാളുടെയും സമ്പത്തിന് വിലക്കെടുക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ഏറ്റവും വലിയൊരു കോടതി വേണ്ടേ? ആ കോടതിയാണ് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. പടച്ചോന്റെ കോടതിയുടെ വിസ്താരം 8 വർഷമില്ല, 16 വർഷമില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഒരൊറ്റ നേരം കൊണ്ട് അതിവേഗ കോടതിയാണ് പടച്ചതമ്പുരാന്റേത്. ഒരു കോടതി, ഇവിടുത്തെ ഏത് കോടതിക്കാ ശിക്ഷിക്കാൻ പറ്റുക? സാക്ഷികൾ കൂറുമാറും, സ്വാധീനത്തിന് വഴങ്ങും, തെളിവുകൾ മാറ്റപ്പെടും. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു പരലോകം ഉണ്ടാവണ്ടേ? വേണം സഹോദര. കൊമ്പില്ലാത്ത ഒരു ആടിനെ കൊമ്പുള്ള ഒരു ആട് കുത്തിയാൽ കൊമ്പില്ലാത്തതിനെ തിരിച്ചു കുത്താൻ ഒരു അവസരം കിട്ടുന്ന ഒരു കോടതി, ആ കോടതിയുടെ പേരാണ് മഹ്ശർ. നിങ്ങൾ ഈ അപഹസിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒന്ന് പറ, പരലോകമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നീതി ലഭിക്കുക? ആരാണ് നീതി കൊടുക്കുക? ഇവിടെ കയറി ഇന്ന് കസേരയിൽ ചർച്ച ചെയ്യുമ്പോൾ പറയാൻ വലിയ എളുപ്പമാണ്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഒരു ലോകമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. നമുക്ക് വളരെയധികം മനോഹരമായ ഒരു പ്രഭാഷണമാണ് ഇത്. ഈ പറയപ്പെടുന്ന ഈ സിനിമാ നടിയുടെ വിഷയം മാത്രമല്ല, എല്ലാ കേസുകളിലും നീതി നിഷേധിക്കപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന എല്ലാ ജനതയ്ക്കും നീതി കിട്ടുന്ന ഒരു ലോകമാണ് പരലോകം എന്ന് പറയുന്നത്. പരലോകമെന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, മറിച്ച് ഈ ലോകത്തെ അനീതികൾക്ക് അറുതിവരുന്ന മഹാനീതിയുടെ ഒരു വേദി കൂടിയാണ്. ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്നുള്ളത് ഒരു പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇവിടെ പല പരീക്ഷണങ്ങൾക്ക് നാം എല്ലാവരും വിധേയരാകേണ്ടി വരും. ഈ പരീക്ഷണങ്ങളെല്ലാം കടന്ന് നാം റബ്ബിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വരും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടോ? നീതി ഇവിടെ പൂർണ്ണമായി നടപ്പിലാകില്ല. കാരണം ഇവിടെ ഒരാളെ കൊല്ലുന്നവന് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് അയാളുടെ ജീവൻ എടുക്കുക എന്നത് മാത്രമാണ്. എന്നാൽ 100 പേരെ കൊന്നവന് എന്ത് ശിക്ഷയാണ് ഈ ലോകത്തെ നിയമങ്ങൾക്ക് നൽകാൻ കഴിയുക? അവിടെയാണ് ദൈവത്തിൻ്റെ നീതി ആരംഭിക്കുന്നത്. നമുക്കറിയാം, പടച്ച റബ്ബിന് 99 നാമങ്ങളുണ്ട്. അതിലൊരു നാമം എന്ന് പറയുന്നത് നീതിയുള്ളവൻ എന്നാണ്, നീതിമാൻ എന്നാണ്. ആ നീതിക്ക് മുമ്പിൽ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ല. അവിടെ ശുപാർശകളില്ല, കൈക്കൂലികളില്ല, കള്ളസാക്ഷികളില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്ന് മനുഷ്യർ പല വിഭാഗങ്ങളായി പുറത്തു വരുന്നതാണ്, അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് കാണും. ആരെങ്കിലും ഒരു അണിമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും. ഈ ലോകത്ത് അടിച്ചമർത്തപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കുമുള്ള ആശ്വാസമാണ് പരലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന്ത്യനാളിൽ ബാധ്യതകൾ അതിൻ്റെ ഉടമസ്ഥർക്ക് നിശ്ചയമായും നൽകപ്പെടും. കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആട് വരുത്തിയ ദ്രോഹത്തിന് പോലും അന്ന് പകരം വീട്ടപ്പെടും. മൃഗങ്ങൾക്കിടയിൽ പോലും ഇത്ര കൃത്യമായി നീതി നടപ്പിലാക്കുമെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു മുസ്ലിം വിശ്വാസി സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് അവസാനമല്ല, മറിച്ച് ഒരു ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമാണ്. അവിടെ ആർക്കും അനീതി സംഭവിക്കില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസവും നാളെ വലിയൊരു അനുഗ്രഹമായി മാറാം. നമ്മൾ ചെയ്ത ഓരോ ചെറിയ നന്മയും അവിടെ പർവ്വത സമാനമായി വളരാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം നീതിയിൽ അധിഷ്ഠിതമാക്കുക. ആരുടെയെങ്കിലും അവകാശങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. കാരണം പരലോകത്തെ നീതിപീഠം വളരെ ഗൗരവമേറിയ ഒന്നാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.